ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷിഫൂസ് കിച്ചൺ ടൂറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കപ്പ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയതാണ് നമ്മുടെ കപ്പ കേക്ക്. അപ്പം നമ്മൾ ഈ കേക്ക് റെഡിയാക്കാൻ പോകുന്നത് ഓവനിലല്ല, ഗ്യാസിലാണ്. ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ വലുപ്പത്തിലുള്ള 2 കപ്പ പീസ് എടുത്തിട്ടുണ്ട്. ഒന്ന് വലുതും ഒന്ന് ചെറുതാണ്. നമ്മുടെ ഭാഗത്ത് കപ്പക്ക് പൂള എന്നും പറയലുണ്ട്. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കേകി എടുത്തതാണ്. പിന്നെ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, ചിരവി എടുത്തത്. പിന്നെ 3 സ്പൂൺ മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്. 3 സ്പൂൺ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു എഗ്ഗ് എടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂണ് ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ വാനില എസൻസ് എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. 2 സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ നമ്മുടെ കേക്ക് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ കപ്പയൊന്ന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഗ്രേറ്റ് ചെയ്തിട്ട് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കപ്പയുടെ നടുവിലുള്ള ആ നാര് പോലെയുള്ളത് കളയണം. ഇതുപോലെയുള്ള നാര് നമ്മൾ എടുത്ത് കളയണം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ആദ്യം നമ്മളിതൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പാലൊഴിച്ച് കൊടുക്കാം. നമ്മൾ ഇൻഗ്രീഡിയൻസ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരഞ്ഞിട്ട് വരും. ഇപ്പം നമ്മൾ പാലൊഴിച്ച് കൊടുത്തു. ഇപ്പം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള എഗ്ഗ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു എഗ്ഗേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ 1/4 കപ്പ് പഞ്ചസാരയാണ് നമ്മൾ ചേർക്കുന്നത്, പൊടിക്കാത്ത പഞ്ചസാരയാണ്. ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മൈദയും ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. 2 സ്പൂൺ മൈദയെ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാനൊരു പിഞ്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. അത് ഞാൻ ഫസ്റ്റ് പറയാൻ വിട്ടുപോയതാണ്. അപ്പം നിങ്ങൾ ഉപ്പ് ചേർക്കാൻ മറക്കരുത്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കൂടുതൽ നേരം ഇനി അടിച്ചെടുക്കണ്ട. ഇപ്പം നമ്മൾ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി നമ്മുടെ ഈ മിക്സിലേക്ക് കുറച്ച് ഒഴിച്ചിട്ട് ആദ്യം മിക്സ് ചെയ്യുക. കാരണം നമ്മൾ കുറച്ച് മൈദ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാതും കൂടെ ഒരുമിച്ചിട്ട് ഒഴിച്ചാൽ അത് ശരിക്കും മിക്സായി കിട്ടൂല. അപ്പം നമുക്ക് ഇതുപോലെ കുറച്ച് ഒഴിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള മിക്സും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കപ്പയൊക്കെ ഇവിടെ നല്ലതുപോലെ അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ കേക്കിൽ ഇങ്ങനെ തേങ്ങ കടിക്കുമ്പോഴൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ഗ്രീൻ കളറാണ് ചേർക്കാൻ പോകുന്നത്. ഇതൊട്ടും നിർബന്ധമില്ല. ഞാനിപ്പോൾ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇത് കളർ ഒട്ടും നിർബന്ധമില്ല. ഞാനിപ്പോൾ കുറച്ച് ഗ്രീൻ കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കളറേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ടിന്നിൽ ഫസ്റ്റ് ഞാൻ സൺഫ്ലവർ ഓയിൽ തേച്ച് വെച്ചതാണ് നമ്മുടെ കേക്ക് ടിന്ന്. കേക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മൾ കേക്ക് ടിന്നിൽ സൺഫ്ലവർ ഓയിൽ തേച്ച് കൊടുക്കാൻ മറക്കരുത്. സൺഫ്ലവർ ഓയിൽ തന്നെ വേണമെന്നില്ല, ബട്ടറും നെയ്യൊക്കെ തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ടിന്നിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം.
ഇനി നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് എന്തെങ്കിലും പോകാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. 10 മിനിറ്റ് മുന്നേ പ്രീഹീറ്റ് ചെയ്ത് വെച്ചതാണ്. ഇതിലേക്ക് ഇനി നമ്മുടെ കേക്ക് ടിന് വെച്ച് കൊടുക്കാം. നമ്മൾ ഗ്യാസിലാണ് ഇത് റെഡിയാക്കുന്നത്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 35 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ ഇത് ബേക്കായിട്ട് വരും. ഇപ്പോൾ കണ്ടില്ലേ, നല്ലതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് നമ്മുടെ കേക്ക്. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം ഞാനിത് പ്ലേറ്റിലേക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. വൈറ്റ് ചോക്ലേറ്റ് ഞാൻ കുറച്ച് ഗ്രീൻ കളർ ചേർത്തിട്ട് മെൽറ്റ് ചെയ്തെടുത്തതാണ്. ഇത് നമ്മുടെ കേക്കിൻ്റെ മുകളിലൂടെ ഒഴിച്ചിട്ട് നമ്മുടെ കേക്ക് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് നിർബന്ധമല്ല, അല്ലെങ്കിൽ നമ്മുടെ കേക്ക് നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ഞാനിങ്ങനെ ചോക്ലേറ്റ് ഉണ്ടായപ്പോൾ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊട്ടും നിർബന്ധമില്ല. ഇത് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് കുറച്ച് ഗ്രീൻ കളറ് ഒഴിച്ച് കൊടുത്തതാണ്. ഇനി നമുക്ക് കേക്കിൻ്റെ മുകളിലൂടെ നല്ലതുപോലെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് കേക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അല്ലാതെയും കഴിക്കുക, ഒരു കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസായിട്ട് വീണ്ടും വരാം. ഓക്കേ.